നമ്മളുടെ സ്വന്തം സ്പൈസസ് ഉപയോഗിച്ച് തനി നാടൻ രീതിയിൽ തയ്യാറാക്കിയ വൈറ്റ് ബീഫ് സ്റ്റൂ ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്ത് തരുന്നത്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അധിക സമയമൊന്നും എടുക്കില്ല. ബീഫ് സ്റ്റൂ ആയതുകൊണ്ട് ബീഫ് കഷ്ണങ്ങൾ വേകാനുള്ള ടൈമേ ഉള്ളൂ. അതിനുശേഷം ബാക്കിയുള്ള പ്രിപ്പറേഷൻ വളരെ ഈസിയാണ്. പിന്നെ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ ഇതിനായിട്ട് ഈ ഒരു സ്റ്റൂ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ബീഫ് കഷ്ണങ്ങൾ ഇത്തിരി നെയ്യുള്ളതാണെങ്കിൽ ഈ കറി വളരെ ടേസ്റ്റി ആയിരിക്കും. പിന്നെ നമ്മൾ ഇതിനായിട്ട് ആദ്യം ചെയ്യുന്നത്, ഞാൻ ഏകദേശം ഒരു 1/2 കിലോ ബീഫിനുള്ള റെസിപ്പിയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് കഷ്ണങ്ങൾ ഇത്തിരി കുരുമുളക് പൊടി, ഇത്തിരി ഉപ്പ്, സ്വല്പം വെള്ളവും കൂടി ചേർത്ത് വേവിച്ചെടുക്കുക. എന്നിട്ട് ബീഫ് കഷ്ണങ്ങൾ വെന്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. പിന്നെ അതിനാവശ്യമുള്ളത് സവോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ടുന്നത് നമ്മളുടെ സ്വന്തം സ്പൈസസ് ആണ്. അത് കുരുമുളക്, ഏലക്ക, കറുവ, ഗ്രാമ്പു. അപ്പോൾ ഇതിൽ കുരുമുളക് ഏകദേശം 1 ടീസ്പൂൺ എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മളൊരു പാനിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടാക്കി വരുമ്പോൾ നമ്മൾ ഈ സ്പൈസസ് ഇതിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് അതൊന്ന് അതിൻ്റെ ഒരു അരോമ വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതിലേക്ക് ചേർക്കണം. എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ ഒരു ഇത്തിരി ഉപ്പും കൂടി ചേർക്കുക, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് അതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ വെന്ത് ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഡൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്സും പൊട്ടറ്റോയും ചേർക്കേണ്ടത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് പിന്നെ നമ്മൾ ക്യാരറ്റും പൊട്ടറ്റോയും കൂടി ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും ആ ബീഫ് സ്റ്റോക്കും കൂടി ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് അതും ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കോക്കനട്ട് മിൽക്ക് ഉപയോഗിക്കുക. ഏകദേശം 2 കപ്പ് തിൻഡ് കോക്കനട്ട് മിൽക്ക് ഈ സമയം നമ്മളിതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കിയിട്ട് നമ്മളിത് മൂടി വെച്ച് വേവിക്കണം. അപ്പം പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ കോക്കനട്ട് മിൽക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള വേറെ മസാലകളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ കറി ഇത്തിരി കുറുകി കിട്ടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് 2 കപ്പ് വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് 1/4 കപ്പ് വെള്ളം, അതായത് ഈ പൊട്ടറ്റോ, ക്യാരറ്റ്, ബീഫ് കഷ്ണങ്ങൾ വെന്ത് ആ വെള്ളം ഇത്തിരി ഒന്ന് വറ്റി വരുന്നതിന് ശേഷം ഒരു 1/2 കപ്പ് 1/4 കപ്പ് വറ്റിയെന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ കറി ഓൾമോസ്റ്റ് റെഡി ആയിരിക്കും. ആ സമയം നമുക്ക് തലപ്പാൽ, തേങ്ങാപ്പാലിൻ്റെ തലപ്പാൽ അല്ലെങ്കിൽ തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ഒരു ഏകദേശം ഒരു 1/4 കപ്പ് ഈ സമയം നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് അത് ആഡ് ചെയ്ത് നല്ലതുപോലെ ഇളക്കിയിട്ട് അത് ജസ്റ്റ് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് സ്റ്റൂ റെഡിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ ഈ സ്റ്റൂ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നല്ല ഫ്ലേവർ റിച്ചാണ്, നല്ല അരോമയുള്ള ഒരു സ്റ്റൂ ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. നമുക്കിത് ഏത് ഫുഡിൻ്റെ കൂടെയും, ഈവൻ അപ്പത്തിൻ്റെ കൂടെ, പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ഏത് ഡിഷിൻ്റെ കൂടെയും ചേർന്ന് പോകുന്ന ഒരു വളരെ ടേസ്റ്റി അറ്റ് ദ സെയിം ടൈം ഇത്തിരി സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷാണ്. പിന്നെ ഇതിൽ നമ്മൾ വെളുത്തുള്ളിയൊന്നും ചേർക്കുന്നില്ല. നമ്മൾ സാധാരണ ബീഫ് കറികളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മസാലകളൊന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല. ഇത് വളരെ ടേസ്റ്റിയാണ്, ഒരു ഇന്നോവേറ്റീവാണ്, വളരെ ഒരു യുണീക്ക് പ്രിപ്പറേഷനും കൂടിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.